അടുത്ത ശ്ലോകം ഭഗവത്ഗീത 9-ാം അധ്യായത്തിലെ രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ 24-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശ്ലോകം 24 ഭഗവാൻ തുടരുകയാണ്. അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുമേവ ച നദുഭാമഭിജാനന്തി തത്വേനാദശ്ച വന്ദിതേ. 24 കൂടി ചൊല്ലാം. 23 24 കൂടെയാ, ഒരുമിച്ചാണ്. ഓക്കെ. അടുത്തത് 25-ാമത്തെ ശ്ലോകം ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ 24 അല്ലേ? 23 24 അല്ലേ? അല്ല, 23 നമ്മൾ ചൊല്ലി. അതെയോ? ഓക്കെ. ഇനി 24-ഉം 25-ഉം ഒരുമിച്ച് ചൊല്ലണമെങ്കിൽ ചൊല്ലാം. 25-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. യാന്തി ദേവവ്രതാ ദേവാൻ പിതൃയാന്തി പിതൃവ്രതാ ഭൂതാനി യാന്തി ഭൂതേച്ഛ യാന്തി മധ്യാജിനോപി മാം. ഓരോ സംഭവങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യം, ഓരോ കർമ്മകാന്ഡം അനുഭവിക്കുമ്പോഴും ഓരോ ആഗ്രഹങ്ങൾ പ്രാപിക്കുന്ന സമയത്തും ഈ സംസാര ചക്രത്തിന്റെ അവസ്ഥയിൽ നിന്ന് മോചിക്കാൻ നമുക്ക് സാധിക്കുന്ന തരത്തിൽ അത് പുണ്യം തീരും, സ്വർഗം പോകും, വീണ്ടും ജനിക്കും എന്നൊക്കെയാണ് ഭഗവാൻ ആദ്യം പറഞ്ഞത്. പക്ഷെ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് നമ്മളത് ഏത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും പൂർണ്ണമായിട്ട് ഫലം ലക്ഷ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് പരമസത്യത്തെ നേടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഭഗവാനെ നമ്മൾ ആരാധിച്ചാലും പരബ്രഹ്മമാവുന്ന ഒരു അറിവിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരു ആരാധനയുടെ, ഒരു വിശ്വാസത്തിന്റെ, ശ്രദ്ധയുടെ ഭാഗമായിട്ട് നമ്മൾ പണി ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും നമുക്ക്? ആ കിട്ടുന്ന ഭോക്ത എല്ലാ യജ്ഞങ്ങളുടെയും ജ്ഞാനങ്ങളുടെയും എന്തൊക്കെയാണോ നമുക്ക് അതിനകത്ത് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത് അത് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി. ആരെടുത്തുനിന്ന്? പ്രഭു എന്ന് പറയുന്ന ഭഗവാനായാലും ഭഗവതിയായാലും യജ്ഞഫലങ്ങളായാലും ഇതൊക്കെയാണ് പ്രഭു. ആ പ്രഭുവിന്റെ അടുത്ത് നമുക്ക് കിട്ടുന്ന പല കാര്യങ്ങളുണ്ട്. അത് എങ്ങനെ നമ്മൾ ഒരു വൃക്ഷത്തിന്, ഒരു ശാഖകൾക്ക് വെള്ളമൊഴിക്കുമ്പോൾ എങ്ങനെയാണോ വേര് വെള്ളമെടുത്തിട്ട് വൃക്ഷത്തിന്റെ എല്ലാ ഭാഗവും പോഷിപ്പിക്കുന്നത്, അതുപോലെ നമ്മൾ ചെയ്യുന്ന ആരാധന കൊണ്ട് പരമാത്മാവിന്റെ ഒരു പൂർണ്ണത നമ്മുടെ എല്ലാ ഭാഗവും പുഷ്പിക്കുന്നത് പോലെ ഈ പൂജകളുടെ ഫലം, ദാനങ്ങളുടെ ഫലം ഒരു അന്തിമമായിട്ടുള്ള ഒരു പരമാത്മാവിന്റെ അവസ്ഥയിലേക്ക് നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ. അത് പ്രാപിക്കാനുള്ള, സംസാര ചക്രത്തിൽ തുടരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇതൊക്കെ പ്രാപിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ കൃത്യമായിട്ട് തത്വസ്വരൂപനായിട്ടുള്ള, തത്വേന എന്നാണ്. അതഹ അതുകൊണ്ട് ചെവന്തി വീഴുന്നു. എവിടെ വീഴുന്നു? പുനർജന്മത്തിൽ അകപ്പെട്ടു പോകുന്നതാണ്. അവര് അഭിജാനന്തി, യഥാർത്ഥമായിട്ട് അവര് പോലും അറിയുന്നില്ല. പക്ഷെ ഇതൊക്കെ നടക്കുന്നത് എന്റെ അറിവോടുകൂടി. അധിപനായിരിക്കുന്ന ഭഗവാനായിരിക്കുന്ന പ്രഭു എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ പരമേശ്വരനെ പ്രഭുവായിട്ട് കാണാം, കൃഷ്ണനെ ആരെ വേണമെങ്കിലും നിങ്ങൾ കാണും. അത് ആരാണോ ഫലം സ്വീകരിക്കുന്ന ആള്, ഭോക്താ. എങ്ങനെയാവണം? ഒരു സർവയജ്ഞാനാം, എല്ലാ യജ്ഞങ്ങളും എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ചെയ്യണം. ഹൈലി ഡെഡിക്കേറ്റഡ് ആയിട്ടാവണം. എവിടെയൊക്കെ, എങ്ങനെയൊക്കെ, എപ്പോഴൊക്കെ, ആർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഏന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിനഃ സന്തോഷം ജനയത് പ്രജ്ഞ തദൈവം ഈശ്വര പൂജനം എന്നാണ്. ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്തത് കൊണ്ട് ആർക്കെങ്കിലും സാധിക്കുകയാണെങ്കിൽ അതാണ് പിന്നെ പറയുന്നത് യാന്തി, അവര് പ്രാപിക്കും, എത്തിച്ചേരും. എവിടെ? ദേവവ്രത, ദേവാരാധനയാല്. ദേവാൻ, ഈ ലോകത്തും ദേവലോകത്തും ഒന്നും അല്ല, നമ്മുടെ പിതൃക്കന്മാരുടെ, ഭഗവാൻ എന്ന് പറയുന്ന ദേവൻ എന്ന് പറയുന്ന സമയത്ത് പിതൃവൃത എന്നാണ്. അതുപോലെ ആ ഒരു യാന്തി അവിടെ പ്രാപിക്കുമെന്നാണ്. ഏത്? നമ്മുടെ പൂർവികന്മാര് ചെയ്തിട്ടുള്ള ആ പിതൃവ്രത ആയിട്ട്, പിതൃക്കന്മാരെ ആരാധിക്കുന്ന വ്യക്തിയായിട്ട് ഭൂതാനി, ഭൂതഗണങ്ങളെ പ്രാപിക്കും. അങ്ങനെ ഭൂത പ്രേതാദികള്, ഈ പ്രേതം എന്ന് പറയുന്നത് നമ്മള് പരേതൻ എന്നുള്ള വാക്കാണ് പ്രേതമായി മാറിയത്. പലർക്കും പ്രേതം എന്ന് പറഞ്ഞാൽ മോശം, പരേതം എന്ന് പറഞ്ഞാൽ നല്ലതുമാണ്. പരേതാത്മാവ് എന്ന് പറയുമല്ലോ, ഈ പരേതാത്മാവാണ് പ്രേതാത്മാവായത്. അതുകൊണ്ട് അവരെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു, നല്ല കാര്യമാണ്. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് പ്രേതാത്മാക്കളാണ്, പരമാത്മാക്കളാണ്. പരേതമായിട്ടുള്ള ആത്മാക്കളെ കുറിച്ചാണ് നമ്മൾ
സാധാരണ ദൈവം എന്ന് പറയും. ഞാൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചെയ്ത കർമ്മം പാതിയും എന്റെ പൂർവികന്മാർ ചെയ്തിട്ടുള്ള പാതി കർമ്മവും, ഇത് രണ്ടും ചേർന്നതാണ്. അപ്പൊ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അറിയേണ്ടത് എന്റെ ജീനിൽ തന്നിട്ടുള്ള കുറെ കർമ്മങ്ങൾ ഉണ്ടല്ലോ, ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അവര് ചെയ്ത് ബാക്കി നിർത്തിയത് ഞാനും കൂടി ചെയ്യാം. അപ്പൊ അത് 100% ആയി. അത് വിടരുത്, നമ്മുടെ പാരമ്പര്യം വിടരുത്, നമ്മുടെ ജന്മം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കൾച്ചർ വിടരുത്, നമ്മുടെ ജീവിതചര്യ വിടരുത്. അങ്ങനെ പിതൃ ആരാധനകള്, അവര് ചെയ്തിട്ടുള്ള കർമ്മങ്ങള്, അതാണ് പിതൃകർമ്മം എന്ന് പറഞ്ഞാല്. അല്ലാതെ വെറുതെ ഒരു ചോറുമണി വെക്കുന്നതല്ല കൊല്ലത്ത്. അത് ഓർക്കാണ്, എന്റെ പിതാമഹന്മാർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഞാനും കൊണ്ടു നടക്കണം എന്ന് പറയുന്നത്. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ജീവിതത്തെ കാണുമ്പോൾ, നമ്മുടെ ജീവിതം ഓരോ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണോ, എവിടത്തേക്ക് എത്തിച്ചേരാനാണോ ഞാൻ തുടങ്ങിയത്, അല്ല എന്റെ പിതാമഹന്മാര് എവിടെ എത്തിച്ചേരാണോ തുടങ്ങിയത്, അവരവിടെ എത്തിയില്ലെങ്കിൽ ബാക്കി ഭാഗവും കൂടി ഞാൻ ചെയ്തു പോകണം. അത് എവിടത്തേക്കാ പോണ്ടത്? ദേവലോകത്തേക്കോ പിതൃലോകത്തേക്കോ ഭൂത പ്രേതാദികളെ ആരാധിച്ചിട്ടോ എന്ന് പറഞ്ഞാൽ പരേതാത്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ. നമ്മൾ ഈ വാക്ക് പറയുമ്പോൾ ഭൂതപ്രേതാദികൾ എന്നൊക്കെ പറയുമ്പോൾ എന്തോ തെറ്റായിട്ടുള്ളത് ധരിക്കുക. പരേതാത്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ ആരാധിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പരമ ആത്മപ്രാപ്തി നേടാൻ സാധിക്കും. അതാണ് പരമാത്മപ്രാപ്തി. അത് കിട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഭഗവാൻ പറഞ്ഞു തരികയാണ്, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അതാണ് ആരാധന, അതാണ് പിതൃ ആരാധന, പിതൃധാരണ എന്നൊക്കെ പറയുന്നത്. അത് ഈ ലോകത്തിൽ, ഭൂതലോകം എന്ന് പറയുന്ന പഴയ ലോകം, എന്റെ പൂർവികന്മാരുടെ ഈ ലോകത്തിൽ അങ്ങനെ കിട്ടുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ശാശ്വതമായിട്ട് കിട്ടുന്ന ഭഗവത് പ്രാപ്തി കിട്ടും. ആ പ്രാപ്തിയാണ് നമ്മുടെ ലക്ഷ്യം എന്നാണ്. എന്ത് രസകരമായിട്ടാണ് നമ്മുടെ ജന്മവും ജന്മത്തിന്റെ സാഫല്യവും എന്നൊക്കെ പറയുമ്പോൾ, അത് ഭോഗങ്ങളെ കൊണ്ട് നശിപ്പിച്ച് കളയാതെ സ്വർഗങ്ങളിലേക്കുള്ള പാതയിലൂടെ പിതൃലോകങ്ങളെ ആലോചിച്ചുകൊണ്ട്, നമ്മളെ പിതൃലോകങ്ങളെ ആലോചിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കളിച്ചിട്ടാണ് ആ പഹയൻ സ്ഥലം വിട്ടു പോയതെന്ന് പറയാറില്ല നമ്മൾ, അല്ലേ? നമ്മൾ അവസാനം ചിത കൊളുത്തുമ്പോൾ ചോദിക്കല്ലേ, ചെയ്ത കർമ്മത്തെക്കുറിച്ച് ആലോചിക്കും. കൃതോ സ്മര കൃതം സ്മരാമി വായുരനിലമൃതമതേതം ഭസ്മാന്തം ശരീരം കൃതോ സ്മര കൃതം സ്മരാമി. അത് ആലോചിക്കുമ്പോൾ എന്താ അച്ഛൻ ചെയ്തത് എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ അതിന്റെ പിന്തുടർച്ചയായിട്ട് പിന്നെയും ആ കർമ്മം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതെന്റെ കടമയാണ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഓരോ കർമ്മത്തിനും അതിൻ്റെതായ യാന്തി മധ്യാജിനോ അഭിമാം എന്നാണ്. ആരാധിക്കുന്നവര് എന്താണോ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് പ്രാപിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വലിയ വലിയ മെസ്സേജാണിത്. ഈ 25-ാമത്തെ ശ്ലോകം ഇനി ഓർക്കുമ്പോ സത്യത്തിലെ TPC പറഞ്ഞ ഭൂതപ്രേത എന്ന് പറയുന്ന ആ ഒരു പദം നമ്മൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഭവിച്ചതും അതുപോലെ തന്നെ നമ്മൾക്ക് മുമ്പ് പോയവരും അല്ലെങ്കിൽ നമ്മുടെ പൈതൃകത്തിനെയും ഓർക്കുന്ന രീതിയിലാണ് ആ ഒരു പദം അങ്ങ് മനോഹരമായിട്ട് വിവരിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 9-ാം അധ്യായത്തിലെ ഈ രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ 25-ാമത്തെ ശ്ലോകം ഓർക്കുന്ന എല്ലാവരും തന്നെ ഈ ഭൂതപ്രേത എന്ന് പറയുന്ന പദം ഇനി തീർച്ചയായിട്ടും പാരമ്പര്യവുമായിട്ട് ചേർത്തുകൊണ്ട് തന്നെയായിരിക്കും ഓർക്കുന്നത്. അത്രയും മനോഹരമായിട്ട് ആ വരി നമ്മുടെ ഉള്ളിൽ പതിയുന്ന രീതിയിലാണ് ആ വിവരണം. ഒരുപാട് മനോഹരമായിട്ട് അവതരിപ്പിച്ചു ആ ശ്ലോകം. അടുത്തത് ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ 26-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ഇതും വളരെയധികം പ്രശസ്തമായിട്ടുള്ള ശ്ലോകമാണ്. നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ മുമ്പിൽ പോകുമ്പോൾ ഏറ്റവും എന്താ പറയാ, ഒരുപാട് ആത്മവിശ്വാസത്തോടു കൂടി നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് സ്വീകരിക്കാൻ സന്നദ്ധനായി നിൽക്കുന്ന ആ ഒരു പ്രതിജ്ഞ തരുന്ന ഒരു ഭഗവാനെ നമ്മൾ ഓർക്കുന്ന ഒരു ശ്ലോകമാണ്. അതിലേക്ക് കടക്കാം. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയശ്ചതി തദഹം ഭക്ത്യുപഹ്യതം അശ്നാമി പ്രയതാത്മനഃ. പത്രം ഇല്ല, പാത്ര എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭക്ഷണമാണ്. ഒറീസയിലൊക്കെ പാത്ര കഴിക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ പത്രം ഇലയില് ഫോൾഡ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭക്ഷണമാണ്. പത്രം, പുഷ്പം, ഫലം, ഇതൊക്കെ ഭക്ഷണമാണ്.
പത്രവും ഭക്ഷണമാണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ. പുഷ്പവും ഭക്ഷണമാണ്, ഫലവും ഭക്ഷണമാണ്. വെള്ളം ഇല്ലാണ്ട് ജീവിക്കാനും പറ്റില്ല. ഏ യഹ ആരെങ്കിലും മേ എനിക്ക് തന്നാൽ, ഭക്തിയ എങ്ങനെ തരണം? ഭക്തിയോടുകൂടി തന്നാൽ, വെറുതെ തന്നാലല്ല, അങ്ങനെ സമർപ്പിച്ചാൽ അത് അഹം ഞാൻ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഭക്തിയോടുകൂടി അർപ്പിക്കപ്പെടുന്ന ഏത് സാധനവും ഭക്തിയുപഹൃതം എന്നാണ്. ഭക്തിയോടുകൂടി എനിക്ക് തരുന്ന സാധനം അസ്നാമി ഞാൻ സ്വീകരിക്കും, അനുഭവിക്കും. അതുകൊണ്ടാണല്ലോ ശബരി കഴിച്ച് ബാക്കിയുള്ള സാധനം കൊടുത്തപ്പോഴും രാമൻ അത് ഏറ്റെടുത്തത്. പ്രയതാത്മനഹ എങ്ങനെയാവണം? ഏറ്റവും നല്ല ശുദ്ധ ഹൃദയത്തോടുകൂടി, ആത്മശുദ്ധിയോടുകൂടി. അതെല്ലാ ഭക്തനും ഉള്ളതാണ് ആത്മശുദ്ധി. അത് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് രാമന്റെ കഥ പറയുന്ന സമയത്ത് നമുക്ക് ഹനുമാനെ കാണുന്നത് പോലെ. അങ്ങനെ നമ്മളൊക്കെ ഹനുമാന്മാരാവണം. അങ്ങനെ ആവുമെങ്കിൽ അതാണ് ശുദ്ധഹൃദയം. തുറന്നു നോക്കിയാൽ അതേ കാണാവൂ. അങ്ങനെ കാണുമ്പോ, ആ ഭക്തിയോടുകൂടി കൊടുക്കുമ്പോൾ, അത് എന്ത് തന്നാലും അതിന്റെ വിലയല്ല, അർപ്പിക്കുന്നതിനാണ്. വെൽക്കം ഈസ് ദ സോഴ്സ് ടു മീറ്റ് എന്ന് പറയാറുണ്ട്. ആ കൊടുക്കുന്ന സമയത്തുള്ള മാനസികമായിട്ടുള്ള അവസ്ഥ ഉണ്ടല്ലോ, അതിനാണ് പ്രാധാന്യം. അത് തരുമ്പോൾ അറിയാതെ നമ്മളത് ഏറ്റെടുത്തു പോകും. ഭഗവാൻ അങ്ങനെയാണെന്നാണ്. നല്ല സ്നേഹത്തോടു കൂടി അവർ കൈ കഴുകിയിട്ടുണ്ടോ, അതിന് ഭംഗിയുണ്ടോ ഒന്നും നോക്കില്ല. ആ സ്നേഹം വരുമ്പോ അമ്മ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു തോന്നലൊന്നുണ്ട്. അമ്മ എത്ര പ്രായമുള്ളവരായാലും ആ പ്രായമുള്ള അമ്മയുടെ അവസ്ഥയിൽ ചിലപ്പം കൈയൊന്നും ഹൈജീനിക് ആവണമെന്നൊന്നുമില്ല. ചിലപ്പം നമ്മുടെ അമ്മ മാത്രല്ല, ഏതമ്മയും അത് തരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ഇന്ന് ലക്ഷ്മി, ഞാനിവിടെ ആലപ്പുഴയിൽ ക്ലാസ് എടുക്കാൻ വന്നതാണ്. ഒരു കുട്ടി മാത്സ് പഠിക്കുന്നില്ല, കെമിസ്ട്രി പഠിക്കുന്നില്ല, ബയോളജി പഠിക്കുന്നില്ല, കുറെ കംപ്ലൈന്റ്സ് ആണ്. അമ്മ മകളുടെ കാര്യമാണ് പറയണേ. ഒരു നീണ്ട മെസ്സേജ് ഉണ്ട് എനിക്ക്, ആ മകൾ എനിക്ക് അയച്ചിട്ടുള്ളതെന്ന്. ഞാൻ അമ്മയോട് ചോദിച്ചു, ഈ മകളെ എത്ര സമയം മടിയിൽ കിടത്താറുണ്ടെന്ന്. മകൾ കണ്ണിന്ന് വെള്ളം വരികയാണ്. 10ാം ക്ലാസ് പഠിക്കുന്ന മകളാണ് കരയുന്നത്. ആ മകൾക്ക് ഓർമ്മയിൽ ആ അമ്മയുടെ മടി കിടന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, മകൾ കെമിസ്ട്രിയും മാത്സും ഫിസിക്സും ഒക്കെ പഠിച്ചോളൂ, കുറച്ച് സമയം മടി കിടത്തിയാൽ മതി. ഒരമ്മക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഭക്തിയാണ്, സ്നേഹമാണ്. ആ സമർപ്പണം കിട്ടുമ്പോ ആ കിട്ടുന്ന എനർജി ഉണ്ടല്ലോ, ആ എനർജി അവൾക്ക് കൊടുക്കുന്ന ഒരു ധൈര്യം എന്ന് പറയുന്നത്, ആ ഹൃദയസ്പർശിയായ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്, ഭഗവാൻ ഞാൻ എന്തു ഏറ്റെടുത്തോളും, പക്ഷെ എനിക്ക് ഒറ്റ കാര്യം വേണ്ടു, നിങ്ങളുടെ ഭക്തിയോടുകൂടി എനിക്ക് തരണം എന്നാണ്. ഒരമ്മയ്ക്ക് മക്കളോടും മക്കൾക്ക് അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്നത് സ്നേഹവും ഭക്തിയുമാണ്. ആ കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സമർപ്പണം ഉണ്ടല്ലോ, ബാക്കി എല്ലാ കാര്യം ശരിയായിക്കോളുന്നതാണ്. സ്വർണ്ണാണോ വെള്ളിയാണോ ഇതൊന്നും അല്ല, മാർക്കൊന്നും അല്ല നോക്കേണ്ടത്. ആ സ്നേഹം ഉണ്ടെങ്കിൽ ബാക്കി റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നത് മാർക്കായിട്ട് മാറും. നമ്മൾ ഭഗവാൻ അർപ്പിക്കുന്നത് എനിക്കിഷ്ടമുള്ള സംഭവം ഞാൻ കൊടുത്താൽ, ആ മകൾക്ക് ഇഷ്ടമുള്ള സ്നേഹം കൊടുക്കുമ്പോൾ മകൾ റിട്ടേൺ കൊടുക്കുന്നത് എന്താണ്? എന്താണോ അമ്മ ആഗ്രഹിക്കുന്നത് അതാണ് കൊടുക്കുക. നമ്മൾ ഭഗവാന് എന്താണോ സ്നേഹത്തോടു കൂടി കൊടുക്കുന്നത്, ഭഗവാൻ നമുക്ക് റിട്ടേൺ ആയിട്ട് എന്ത് തരും? നമുക്ക് എന്താണോ വേണ്ടത് അത് കിട്ടുന്നതാണ്. അതിന്റെ വിലയല്ല. ആർക്കാ മെഷർ ചെയ്യാൻ പറ്റുക അമ്മയുടെ സ്നേഹം? ഇൻടാഞ്ചിബിൾ ആൻഡ് ടാഞ്ചിബിൾ എന്ന്. ഇൻടാഞ്ചിബിളും ടാഞ്ചിബിളും. സ്വർണം ടാഞ്ചിബിൾ ആണ്, വെള്ളി ടാഞ്ചിബിൾ ആണ്, കുറെ യത്നങ്ങളും സമ്പത്തും ഒക്കെ ടാഞ്ചിബിൾ ആണ്. പക്ഷെ അത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മമതയുണ്ടല്ലോ. സ്വാമി വിവേകാനന്ദ സ്വാമികൾ അങ്ങനെയല്ല. ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ആ തൊട്ടടുത്ത് വെച്ചിട്ടുള്ള സാധനം ഒരു കള്ളൻ എടുത്ത് ഓടുന്ന സമയത്ത് ഈ ഗിഫ്റ്റ് കൊടുത്താൽ അതിന്റെ പിന്നാലെ ഓടുന്ന ഒരു കഥയുണ്ട്. അപ്പൊ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് തന്നതല്ലേ, പിന്നെ എന്തിനാ അതിന്റെ പിന്നാലെ നിങ്ങൾ ഓടുന്നത്? നമ്മുടെ അറ്റാച്ച്മെന്റ് ഒരു സാധനത്തോടുള്ള നമ്മുടെ മമത ആർക്കെങ്കിലും കൊടുത്താലും പോവില്ല എന്നുള്ളതാണ്. ഡെഡിക്കേഷനോട് കൂടി കൊടുക്കുമ്പോൾ പിന്നെ എന്റേതല്ല അത്. ഭഗവാനെ അർപ്പിക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ വഹാന്ന് എഴുതി വെക്കുമല്ലോ, അല്ലേ? അത് എഴുതരുത് എന്നാണ്. ഞാൻ കൊടുത്ത സാധനം ഇങ്ങനെ എന്റെ വകയാവുക? ഭഗവാന്റെ വകയല്ലേ ഇത്? അപ്പൊ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഒരു വിളക്ക് കൊടുത്തിട്ട് അതിന്റെ താഴത്ത് പേര് എഴുതി വെക്കും, ഇത് എന്റെ വക, ഡോക്ടർ TPS വക. എന്നതിൽ എന്താ അർത്ഥം? ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞത് പിന്നെ എന്റെ വകയാവോ? അത് ഭഗവാന്റെ വകയല്ലേ അത്? അതാണ് ഡെഡിക്കേഷൻ. ടോട്ടലി സറണ്ടർ ചെയ്യുക. അത് അമ്മ മക്കൾക്കും നമ്മൾ ഭഗവാനും സറണ്ടർ ചെയ്താൽ തിരിച്ചു കിട്ടുന്നത്, അത് പത്രമായാലും പൂവായാലും പഴമായാലും വെള്ളമായാലും മതി എന്നാണ് പറയുന്നത്.
വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഇന്ന് വെള്ളത്തിന് കുറച്ച് വിലയുണ്ട്. പക്ഷെ ആ ഒരു അവസ്ഥയിൽ ദരിദ്രനും സമ്പന്നനും ഒരേപോലെ ഭഗവാനെ സമീപിക്കാമെന്നതാണ്. ഒരമ്മ മക്കളെ നോക്കുന്ന സമയത്ത് ഇയാൾ കാശുള്ള മോനാണോ പാവപ്പെട്ട മോനാണോ ആരെങ്കിലും നോക്കാറുണ്ടോ? ഇല്ല. അവിടെ വേണ്ടത് സ്നേഹമാണ്. ഇവിടെ വേണ്ടത് ഭക്തിയാണ്. ഭഗവാനോടുള്ള സ്നേഹം ഭക്തിയും മനുഷ്യനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് പ്രേമവും ഒക്കെയാണ്. അതുകൊണ്ട് ടോട്ടൽ സറണ്ടർ ആണ് വേണ്ടത്. അങ്ങനെ കൊടുക്കുമ്പോൾ അത് ചെറിയ സമർപ്പണമായാലും അതിന് വലിയ വില നമുക്ക് തിരിച്ചു കിട്ടുന്നു. ആരാധനയാണ് അവിടെ. എത്ര കൊടുത്തു എന്നല്ല, അതിന് എത്ര വിലയുണ്ട് എന്നല്ല, ഏത് മനസ്സുകൊണ്ടാണ് അത് കൊടുക്കുന്നത് അതിനാണ് പ്രാധാന്യം എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് ശബരിയുടെ പഴമായാലും എന്ത് രസകരമായിട്ടുള്ള കുചേലന്റെ അവിലായാലും അല്ലെ, എത്രയോ എക്സാമ്പിൾ നമുക്കിത് പറയുന്നുണ്ട്. ഗജേന്ദ്രന്റെ ഒരു താമരപ്പൂവിന്റെ കഥയുണ്ട്. അതുപോലെ ഇതിലൊക്കെ ആത്മസമർപ്പണമാണ്. അത് മീരയുടെ ഭക്തി എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഭക്തി പറയാറുണ്ട്. ഓരോരാളുടെയും കഥ നമ്മൾ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഇതിൽ അറിയേണ്ടത് ഒരു പുഞ്ചിരി, ഒരു പ്രാർത്ഥന, ഒരു സേവനം, ഒരു പ്രവൃത്തി, ഒരു കണ്ണുനീര് തുള്ളി പോലും ചിലപ്പോൾ ഭക്തിയുടെ സിമ്പലായിട്ട് മാറും. അത് ഏത് തരത്തിലാണ് എന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രോബബ്ലി എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു തരികയാണ് നമുക്ക്. എനിക്ക് എന്താണ് എങ്ങനെയാ തരേണ്ടതെന്ന്. ഇങ്ങനെ ഇതിലപ്പുറം ആരെങ്കിലും പച്ചയായിട്ട് പറയോ? എന്നെ കാണാൻ വരുമ്പോ എന്താ കൊട്ട്? കാരണം ഗുരുക്കന്മാരെന്നെയാണ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങളൊരു ശിഷ്യൻ ഗുരുവിനെ കാണാൻ പോകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അവരെന്നെ പറഞ്ഞു കൊടുക്കേണ്ടത്. വേറെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഭഗവാനാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എനിക്ക് എന്താണ് വേണ്ടത് എന്ന്. ഒരു ഹിഡൻ അജണ്ട ഒന്നും ഇല്ല ഇവിടെ. പെർഫെക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു. പ്രവീണെ കട്ട് ചെയ്യാൻ സമയമായി തോന്നുന്നു. കട്ട് ചെയ്യാൻ സമയമായി. പക്ഷെ ഇത് ഈ അധ്യായം കഴിഞ്ഞോ? ഇല്ല, 27, 26 കഴിഞ്ഞേ ഉള്ളൂ. 27 മുതൽ 34 വരെ 7 ശ്ലോകം ഉണ്ട്. 27, 28, 29, 30, 31, 32, 33, 34 8 ശ്ലോകം ഉണ്ട്. അപ്പൊ ഇവിടെ കൊണ്ട് കട്ട് ചെയ്യാം. പക്ഷെ ചേച്ചി എന്ത് പറ്റി? സ്റ്റക്കായി. പോയി. ഇപ്പൊ വരുമായിരിക്കും. ഇപ്പൊ വരും. ചേച്ചി, ഹലോ. ചിന്തയന്തോ മാം തേഷാം നിത്യാഭിയുക്താനാം. ചേച്ചി കേക്കാവോ? ഹലോ, കേക്കാവോ? ഓക്കെ. കറണ്ട് ഇവിടെ കറണ്ട് പോയതാണെന്ന് തോന്നുന്നു കേട്ടോ. പ്രശ്നം ഇവിടെ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പൊ അത് കംപ്ലീറ്റ് ആയി. ഒരു എപ്പിസോഡ് കഴിഞ്ഞു. എന്തോ പ്രമീ? ഒരു എപ്പിസോഡ് കഴിഞ്ഞു. ഒരു എപ്പിസോഡ് കഴിഞ്ഞു. അടുത്തത് റീസ്റ്റാർട്ട് ചെയ്യണോ? അടുത്ത റീസ്റ്റാർട്ട് ചെയ്യണോ? ഇത് ക്ലിയർ ആകുന്നില്ല ചേച്ചിയുടെ. റെസൊല്യൂഷൻ മോശം ആണോ? അത് നെറ്റ് മോശമാണ്. അതുകൊണ്ട് വൈഫൈ ഓൺ ആണോ? ഒരു മിനിറ്റ്, എനിക്കിത് നോക്കട്ടെ. വൈഫൈ ഓൺ ആണല്ലോ. വൈഫൈ ഓൺ. ഇപ്പോഴും ശരിയായില്ല. ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് ഒന്ന് കേറിയാ മതി. ശരി ശരി, ഇറങ്ങട്ടെ. ഇറങ്ങിയിട്ട് ഒന്ന് കേറിയാ മതി.
ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ കുഴപ്പമില്ല. കുഴപ്പമില്ല അല്ലെ? ഒന്നുകൂടെ കേറി. ഞാൻ ഇവിടെ കറണ്ട് വന്നു, എനിക്ക് തോന്നുന്നു മൈക്രോവേവ് എന്തോ സ്റ്റക്കായി. മോളിപ്പോ ശരിയാക്കിയതേ ഉള്ളൂ. അപ്പൊ അടുത്തത് നമ്മള് 27ാമത്തെ ശ്ലോകം മുതലാണ്. തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്തു. ഓ ഓക്കെ. എന്തായാലും ഭഗവാന് എങ്ങനെ സമർപ്പിക്കണം, ഏത് ഭാവത്തോടു കൂടി സമർപ്പിക്കണം എന്നുള്ളത് 26ാമത്തെ ശ്ലോകത്തില് ടിപ്പേശി മനോഹരമായിട്ട് വിവരിച്ച് നൽകി. അടുത്തത് നമ്മള് ഭഗവത്ഗീത 9ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ 27ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. തത് കുരുഷ്വ, എന്ത് ചെയ്യണം? സമർപ്പിക്കണം എന്നാണ്. കുരുഷ്വ എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക, ചെയ്യുക എന്നൊക്കെ. മദർപ്പണം, എനിക്ക് അർപ്പിക്കണം. എങ്ങനെ അർപ്പിക്കണം? കൗന്ദേയ, കുന്തിപുത്ര. ഈ കൗന്ദേയ എന്നൊക്കെ വിളിക്കുമ്പോൾ സ്നേഹാധികാണ് ഭഗവാൻ. എന്താണ് തരേണ്ടത് എന്നാണ്. എന്റെ മോനെ, നീ ഇതെനിക്ക് തരണം എന്നൊക്കെയാണ്. കരോഷി, നീ ചെയ്യുക. യത്, എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ. യത്, പിന്നെയും അതന്നെ പറയുന്നത്, എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ. അസ്നാസി, എന്ത് ഭക്ഷിക്കാൻ സാധിക്കുമോ അതെല്ലാം. എങ്ങനെ ചെയ്യണം? ജുഹോഷി, യജ്ഞഭാവത്തിൽ ചെയ്യണം എന്നതാണ്. ദാനം ചെയ്യുന്നതായാലും കൊടുക്കുന്നതായാലും. യത്, എന്തെല്ലാം ചെയ്യുന്നുണ്ടോ ഏതുപോലെ ചെയ്യണം? ഒരു തപസ് ചെയ്യുന്നത് പോലെ. തപസ്യസി എന്നാണ്. ഒരു തപസ്യൻ ചെയ്യുന്നത് പോലെ. തപസ്യസി, ഒരു തപസ് ചെയ്യുന്ന അവസ്ഥയിൽ. കൗന്ദേയ, കുന്തിപുത്ര, അതെല്ലാം നീ ചെയ്യുക. ടോട്ടൽ ഡെഡിക്കേഷനോട് കൂടി, അവനവന് യാതൊരു സെൽഫിഷ്നെസ്സും ഇല്ലാതെ ആ ഭാവത്തിൽ ദാനം ചെയ്യുകയും തപസ് ചെയ്യുകയും അങ്ങനെ അനുഷ്ഠിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത്. ഏതൊക്കെ? നേരത്തെ പറഞ്ഞ എല്ലാ പൂവ് കൊടുക്കുന്ന സമയത്ത് ഈ ഭാവത്തിൽ വേണം ചെയ്യാൻ. ഇത് നേരത്തെ ശ്ലോകത്തിന്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ആരാധന നമ്മൾ ചെയ്യുന്ന സമയത്ത്, കൊടുക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഡെഡിക്കേഷനുണ്ട്. എന്റേതല്ല എന്നുള്ള ഭാവത്തിൽ. എന്റേതാണെന്നുള്ള ഭാവം പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കുമ്പോൾ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ഈ ഭാവം ആരാധന എന്നൊക്കെ പറയുന്നത് നമ്മുടെ പഠനമായാലും നമ്മുടെ ജോലി ആയാലും നമ്മുടെ അധ്യാപനമായാലും ഗവേഷണമായാലും സേവനമായാലും അതൊക്കെ ചെയ്യുമ്പോൾ ഏതവസ്ഥയിൽ ചെയ്യണം? ഇതൊന്നും എന്റേതല്ല. ഞാനിപ്പോ ഇതിനെ വ്യാഖ്യാനിച്ച് പറയുന്ന സമയത്ത് ഇതൊന്നും എൻ്റെ അറിവാണ് എന്നുള്ള ബോധത്തോടു കൂടി പറയാതെ, എനിക്ക് ആരോ പകർന്നു തന്നത് ഞാൻ ഇങ്ങനെ, ഈ ഒരു വെള്ളമൊഴുകുന്ന പൈപ്പില് ആ പൈപ്പിൻ്റെതല്ല വെള്ളം, എവിടുന്നോ വരുന്ന വെള്ളം പൈപ്പ് വഴി പോകുന്നേ ഉള്ളൂ. അതുപോലെയാണ് നമ്മളൊക്കെ കാരിയേഴ്സ് ആണ്. ആ കാരിയേഴ്സ് ഇങ്ങനെ പോകണം. നമ്മൾ അടച്ചു കളയരുത്, ആ പൈപ്പ് മുറിച്ചു കളയരുത്, മുന്നോട്ട് പോകണം. അപ്പൊ ഇതിങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്ന ഒരു ബാധ്യത നമുക്കുണ്ട്. അങ്ങനെ കൊടുക്കുന്ന അവസ്ഥയിലേ നമ്മൾ എല്ലാ കർമ്മത്തെയും കാണാവൂ. ഇത് എന്റേതാണ് എന്നുള്ള ഭാവത്തിലല്ല ചെയ്യേണ്ടത്. ആ ഭാവത്തില് തദാസി, ആ ദാനങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടുമല്ല, സമർപ്പണ ഭാവത്തോടു കൂടി വേണം. തപസ്യസി എന്നാണ്. ഒരു നിയന്ത്രണവുമില്ലാതെ, ആത്മനിയന്ത്രണവും വിട്ടിട്ടുകൊണ്ട്, സ്വാർത്ഥതയില്ലാതെ, ആത്മശുദ്ധിയോടുകൂടി ആ ഹൃദയമാണ് വേണ്ടത്. എന്ത് ഹൃദയമാണ്? കർമ്മയോഗത്തിന്റെ ഹൃദയധാരിയാവണം ഞാൻ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് മനോഹരമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പ്രവൃത്തിയും സമർപ്പണ ഭാവവും കൂടുമ്പോഴാണ് ഞാൻ കർമ്മയോഗിയാവുന്നത്. വെറും പ്രവൃത്തി കൊണ്ടാവില്ല. പ്രവൃത്തി പ്ലസ് സമർപ്പണ ഭാവം കർമ്മയോഗമായി മാറി. അല്ലെങ്കിൽ കർമ്മം വേറെ യോഗം വേറെയാവും. അങ്ങനെ കാര്യമില്ല. കർമ്മയോഗിയാവുകയാണ് വേണ്ടത്. അങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കൃത്യമായിട്ട് ഞാൻ പണ്ടും പറഞ്ഞു, എന്തിനാണ് നമ്മൾ ശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജീവിക്കാൻ വേണ്ടി. എന്തിനാണ് കഥ പറയുന്നത്? ജീവിക്കാൻ വേണ്ടി. എന്തിനാണ് പൈപ്പിരിക്കുന്നത്? വെള്ളം ഒഴുകി കൊണ്ടുപോകാൻ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോവല്ല ചെയ്യേണ്ടത്. അതല്ല വാനപ്രസ്ഥം എന്ന് പറയുന്നത്. എല്ലാം ചെയ്തുകൊണ്ട് ഈ ലോകത്ത് അതിന്റെ ഫലം എന്നിൽ ഒട്ടി നിൽക്കാതെ ഞാൻ ഇങ്ങനെ പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ, ഞാൻ ചെയ്യുന്ന ആ സേവന കർമ്മം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ജോലി പൂജയായി മാറും, പഠനം പൂജയായി മാറും, സേവനം പൂജയായി മാറും, ജീവിതം തന്നെ പൂജയായിട്ട് മാറും. അങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? അതാണ് അനന്യ ഭക്തി എന്ന് പറയുന്നത്. അവർക്കാണ് യോഗക്ഷേമം ഭഗവാൻ 22ാമത്തെ ശ്ലോകത്തിൽ ഗ്യാരണ്ടി ചെയ്തത്.
23 മുതൽ 25 വരെ പറഞ്ഞതോ ആരാധനയ്ക്ക് എന്തൊക്കെയാണ് ഫലങ്ങൾ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ഇതിന് ആശ്രയം എന്ന് പറഞ്ഞു. 26-ാമത്തെ ശ്ലോകത്തിൽ കൃത്യമായിട്ട് ഭക്തിയോടുകൂടി ചെറിയ സമർപ്പണം ചെയ്താലും അത് ഞാൻ സ്വീകരിക്കുമെന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു, എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു. ഇപ്പൊ 27-ാമത്തെ ശ്ലോകത്തില് എല്ലാ പ്രവർത്തികളും അർപ്പണമായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇത്ര വ്യക്തമായിട്ട് എവിടെയെങ്കിലും ഒരു നമ്മള് ഇത് പറയില്ലേ, ഒരു ലോഗ് ബുക്ക് എന്നൊക്കെ പറയുന്ന പോലെ, കാറ്റലോഗ് എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? അപ്പൊ ജീവിതത്തിന്റെ ഈ ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ചു വിട്ടു കഴിഞ്ഞാല് എങ്ങനെ ജീവിക്കണം എന്നുള്ള കാറ്റലോഗാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഇന്നതൊക്കെ ചെയ്യണം താൻ, എങ്കിലേ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ എന്നൊക്കെ ഈ വാഷിംഗ് മെഷീൻ ഒക്കെ കൊടുക്കുന്ന സമയത്ത് പറയല്ലോ, ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ. ആ ഓപ്പറേഷൻ മാനുവൽ ഓപ്പറേറ്റിംഗ് മാനുവലാണ്. നമ്മുടെ ചിന്ത എങ്ങനെയാവണം, വാക്ക് എങ്ങനെയാവണം, പ്രവൃത്തി എങ്ങനെയാവണം, അത് ദൈവാർപ്പണമായിട്ട് ജീവിതം എങ്ങനെ യജ്ഞമാക്കി മാറ്റാം എന്നുള്ള ഒരു ഓപ്പറേഷൻ മാനുവൽ, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഹാൻഡ് ബുക്ക് എന്നൊക്കെ പറയില്ലേ, വർക്ക് ബുക്ക് എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ഭഗവാൻ ഇവിടെ 27-ാമത്തെ ശ്ലോകത്തെ. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത് യത് കരോഷി എന്നാണ്, എന്താണ് ചെയ്യേണ്ടത്. എന്നിട്ട് അവസാനം തത് കരുഷ്യ മതർപ്പണം എന്നാണ്, എന്നിൽ അർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന്, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മിഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ മിഷൻ ആണല്ലോ, അതെങ്ങനെയാണ് ആ മിഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അപ്പോഴേ നമ്മുടെ മിഷനായിട്ട് മാറുള്ളൂ. ശരിക്കും 27-ാമത്തെ ശ്ലോകം നമ്മള് മതർപ്പണം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ, എനിക്ക് തോന്നുന്നു ഈ സംസാരിക്കുന്നത് പോലും ഭഗവത് അർപ്പണമായിട്ട് തന്നെ നമുക്ക് കാണാനുള്ള ഒരു ശക്തി നൽകുന്ന രീതിയിലാണ് അങ്ങ് ആ ശ്ലോകം വിവരിച്ചത്. മനോഹരം. പരിപൂർണം തദസ്തുതി എന്നല്ലേ പറയാ, ഓരോ പ്രയർ ചെല്ലുമ്പോഴും പൂജ ചെയ്യുമ്പോഴും ഒക്കെ പറയും പരിപൂർണം തദസ്തുതി, എല്ലാം അങ്ങാണ് ചെയ്യിപ്പിക്കുന്നത്. ഭക്തിഹീനം, ക്രിയാഹീനം, എന്ത് തെറ്റ് ചെയ്താലും പരിപൂർണം, എല്ലാം അങ്ങയുടെയാണ്. പിന്നെ നമ്മളത് എന്താ ഉള്ളത്? ഒന്നുമല്ല. അങ്ങ് പറഞ്ഞ എനിക്ക് ആ ഏറ്റവും ഇഷ്ടപ്പെട്ട വിവരണം, പൈപ്പിലൂടെ വെള്ളം പോകുന്നു എന്നുള്ളത്, എവിടെന്നോ വരുന്ന വെള്ളമാണ് നമ്മളിലൂടെ പോകുന്നു എന്നുള്ള മാത്രം, നമുക്ക് അതിനു പോലും അവകാശമില്ല എന്നുള്ള, അത് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മനസ്സിൽ അത് പതിയുന്ന രീതിയിലുള്ള ഒരു ഉദാഹരണം തന്നെയാണ്. അടുത്തത് ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ 28-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശുഭാശുഭഫലൈരേവം മോക്ഷ്യസ്യേ കർമ്മബന്ധനേ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി. സന്യാസ യോഗമാണ് എന്ത്? സമർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന, ആ ത്യാഗത്തോടുകൂടി ചെയ്യുന്ന, ഫലങ്ങൾ കാക്ഷിക്കാതെ ചെയ്യുന്ന, ഫലത്യാഗ ഭാവത്തോടുകൂടി ചെയ്യുന്ന അവർക്കാണ് യുക്താത്മാ. അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഉറച്ച മനസ്സുണ്ടല്ലോ, യുക്തമായിട്ടുള്ള ആത്മാവ്, അങ്ങനെ മനസ്സ് വെച്ചിട്ടുള്ള. വിമുക്ത, അവർ പൂർണ്ണമായിട്ടും മോചിതരാവുന്നതാണ് പറയുന്നത്. വിമുക്തി നേടും അവർക്ക്. എന്താണ് വിമുക്തി നേടുന്നത്? എൻ്റെ അടുത്തേക്ക് പ്രാപിക്കുന്നതാണ് മുക്തി നേടുന്നത്. മാം ഉപൈഷ്യസി, എന്നെ പ്രാപിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു പ്രവൃത്തി ലോകം ഉണ്ടല്ലോ, അവിടെ നിന്ന് നിവൃത്തി ലോകത്തിലേക്ക് പോകുന്നത് പോലെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകും. എങ്ങനെയാവണം? ശുഭ, നല്ല കർമ്മങ്ങൾ, അശുഭ, മോശം കർമ്മങ്ങൾ. ഒന്നും ആലോചിക്കരുത്, ശുഭകർമ്മമാണോ മോശം കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ഫലൈഹി, ഫലങ്ങളും ആലോചിക്കരുത്. ആ ഫലം വരുമ്പോഴല്ലേ ഇത് നല്ല കർമ്മമാണോ മോശം കർമ്മമാണോ എന്നൊക്കെ നമ്മൾ പറയാം. ഒന്നും ആലോചിക്കണ്ട. അങ്ങനെ ഏവം അപ്രകാരം മോക്ഷസേ, മോചിതനാകും. കർമ്മ ബന്ധൈ, അത് കർമ്മത്തിന്റെ ബന്ധനത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ സംശയിച്ച് നിൽക്കണ്ട. തോന്നുന്നത് ചെയ്യുക. കാരണം എന്താണ്? തോന്നിപ്പിക്കുന്നത് ഭഗവാനാണ്. പരിപൂർണം തദസ്തു എന്ന് ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. അത് ഇത് കണ്ടിട്ടാ പറഞ്ഞത്. ആ ഭാവത്തോടു കൂടി ചെയ്യണം. പക്ഷെ ആ ഭാവം ഉള്ളിലിരിക്കുമ്പോഴേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലാതെ ചെയ്യുന്നതൊക്കെ അബദ്ധവും. അപ്പോഴേ ഈ സന്യാസ യോഗത്തിലേക്ക് എത്തുള്ളൂ. നമ്മൾ സമർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്ത് സന്യാസ യോഗമാണ്. ആ സന്യാസ യോഗത്തിലിരുന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സമർപ്പണമായിട്ട് മാറും ഭഗവാന്. അപ്പൊ നമ്മൾ എന്തായിട്ട് മാറും? ശുഭവും അശുഭവും ഒന്നും ശ്രദ്ധിക്കാനാവാത്ത, ഇതിൽ നിന്നും മോചിതനായിട്ടുള്ള, ഒരു ബോണ്ടേജും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ
അതൊക്കെ ഭഗവാനിലേക്കുള്ള അർപ്പണമായിട്ട് മാറും. അങ്ങനെ സമർപ്പണമായിട്ട് മാറുന്നതാണ്. നിങ്ങളാണ് ചെയ്യുന്നുള്ള ബോധം, ഞാനാണ് ചെയ്യുന്നുള്ള ബോധം, എനിക്ക് ഫലം വേണമെന്ന് തോന്നല്, എന്റെ വിജയമാണ്, എന്റെ രാജ്യമാണ്, അതൊക്കെ വിട്ടിട്ട് നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക. ചിത്തകർമ്മങ്ങൾ എന്നുള്ളത് ആലോചിക്കുകയേ വേണ്ട. അതൊക്കെ നല്ല കർമ്മം തന്നെയായിട്ട് മാറും. ചിന്തകളിലാണ് നല്ലതും ചീത്തയും ഒക്കെ. അശുഭം ശുഭം എന്നുള്ളതൊക്കെ നമ്മുടെ തോന്നലാണ്. അതൊക്കെ അവിടുന്ന് വിടുക. അത് അശുഭഫലം എന്ന് പറയുന്നത് നമ്മൾ ഇരുമ്പ് ചങ്ങലയാന്ന് വിചാരിക്കാം, ശുഭഫലം എന്ന് പറയുന്നത് നല്ല സ്വർണ്ണ ചങ്ങലയാന്ന് വിചാരിക്കാം. രണ്ടും ചങ്ങല തന്നെയല്ലേ. എന്നെ കെട്ടിയിടുമ്പോ അത് ഇരുമ്പ് ചങ്ങല കൊണ്ട് കെട്ടിയോ സ്വർണ്ണ ചങ്ങല കൊണ്ട് കെട്ടിയോ ഇതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഈ ചങ്ങലയാണ് നമ്മുടെ പ്രശ്നം. ആ ചങ്ങല ഇല്ലാത്ത അവസ്ഥയിൽ ശുഭം ആണോ അശുഭമാണോ എന്നൊന്നും ആലോചിക്കില്ല. അങ്ങനെ നമ്മൾ ജനന മരണ ചക്രത്തിൽ ബന്ധിച്ചു പോകാതിരിക്കണമെങ്കിൽ സന്യാസ യോഗത്തിലെത്തണം, അത് വിട്ടുകളയണം. അപ്പൊ കർത്തൃത്വബോധം വേണം, അത് ത്യാഗപരമായിട്ട് വേണം. അപ്പൊ കർത്തൃത്വ ത്യാഗമായിട്ട് മാറും. അതില് ഫലം ത്യാഗം ചെയ്യുന്ന സമയത്ത് കർത്തൃത്വ ത്യാഗ ഫല ത്യാഗം. കർത്തൃത്വത്തിന് ഞാനാണ് ചെയ്യുന്നുള്ള ഭാവമില്ല, അതിന്റെ ഫലത്തിനെ കുറിച്ചും എനിക്ക് ഇല്ല, രണ്ടും ത്യജിച്ചാണ്. അപ്പൊ എന്തായി? അതിന്റെ കൂടെ ദൈവത്തിന് കൊടുക്കുന്ന ഒരു അർപ്പണമായിട്ട്, ഭഗവാന് കൊടുക്കുന്ന ഒരു അർപ്പണമായിട്ട് മാറിയാൽ അതാണ് സന്യാസം. ഞാനാണ് ചെയ്യുന്നുള്ള ഭാവമില്ല, ഫലം എനിക്ക് വേണമെന്നില്ല, ചെയ്യുന്നതൊക്കെ ഭഗവാന്റെ ബുദ്ധിയോടുകൂടിയാണ് ചെയ്യുന്നത്. ആ അവസ്ഥയിൽ വെറുതെ ചൊല്ലിട്ട് കാര്യമില്ല, പരിപൂർണ്ണതാസ്തുതി ചൊല്ലിട്ട് കാര്യമൊന്നുമില്ല. എന്നിട്ട് കാശും മേടിക്കും ചെയ്യുന്ന പൂജയ്ക്ക്. എന്നാ ഭഗവാന് കാശ് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ സമർപ്പണത്തോടു കൂടി ചെയ്യുന്ന സമയത്ത് എന്നിട്ട് കാശ് പറഞ്ഞു മേടിക്കുന്ന പൂജാരികളുണ്ടല്ലോ, പരിപൂർണ്ണതാസ്ത കൊണ്ട് എങ്ങനെയാ കാശ് മേടിക്കുക? അത് വേണ്ട എന്നുള്ളതാണ്. കൊടുക്കുന്നത് വേണമെങ്കിൽ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഇതൊന്നും എനിക്കല്ല. ഒട്ടി നിൽക്കാതിരിക്കുക, നല്ല ഗ്രീസ് ഇട്ട പോലെ ആവണം. ഒട്ടി നിൽക്കാതെ പോകുന്ന ഗ്രീസ് ഇട്ട അവസ്ഥയിലാണ്. അപ്പൊ എത്ര ഒഴുകിയാലും ആ ഒഴുക്ക് നിന്നാലും പോയാലും ഒന്നും അറിയില്ല, ഒഴുകുന്നുണ്ടോന്ന് പോലും അറിയില്ല. പൈപ്പിന് അതൊന്നും ബാധകല്ല. അങ്ങനെയാണ് നമ്മൾ വേണ്ടത്. അത് ഉണ്ടാവുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. അതെ, TPC ഈ ഒരു ശ്ലോകം അങ്ങ് വിവരിച്ചപ്പോ പലപ്പോഴും അങ്ങൊരു കൗൺസിലർ കൂടിയാണ്, സൈക്കോതെറാപ്പിസ്റ്റ് കൂടിയാണ്. നമ്മുടെ മുമ്പിൽ എത്തുന്ന പല പ്രശ്നങ്ങളിലും ദുരനുഭവങ്ങള് അല്ലെങ്കിൽ ബാഡ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. നമ്മള് ശരിക്കും ഭഗവത്ഗീതയുടെ ഈ ഒരു തലത്തിലേക്ക് പോകുമ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് പലപ്പോഴും ഒരു ശത്രുവായിട്ട് നമ്മുടെ മുമ്പിൽ ആരെത്തിയാലും അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടായാൽ പോലും അവിടെയും ഭഗവാന്റെ ഒരു കാരുണ്യമായിരുന്നു അത് എന്നുള്ള ഒരു പെർസെപ്ഷൻ നമുക്കുണ്ടാകും എന്നാണ് എനിക്ക് ഈ ഒരു ശ്ലോകം അങ്ങ് വിവരിച്ചപ്പോ മനസ്സിലാകുന്നത്, അല്ലെ? ആ ഒരു എക്സ്പീരിയൻസ് ഏത് കർമ്മികൾക്കും ഒരു അഹങ്കാരം എന്ന് പറയുന്നത് തോന്നുമ്പോഴാണ് അത് ബന്ധനമായിട്ട് മാറുന്നത്, അല്ലേ? ആ അഹങ്കാരത്തിന് പകരം സമർപ്പണമായാൽ കർമ്മത്തിന്റെ കൂടെ അഹങ്കാരം ചേർന്ന ബന്ധനം, കർമ്മത്തിന്റെ കൂടെ സമർപ്പണം ചേർന്ന മോക്ഷം. തെറ്റും ശരിയൊന്നുമില്ല അവിടെ. തെറ്റും ശരിയില്ല. നിങ്ങൾക്ക് അഹങ്കാരമാണോ സമർപ്പണമാണോ രണ്ട് ചോദ്യമേ ഉള്ളൂ. സത്യം. ഒരു ചെയ്ത കർമ്മം തെറ്റാണോ ശരിയാണോ എന്ന്, ഞാൻ ചെയ്ത കാര്യം തെറ്റാണെന്ന് എപ്പോഴാ ലക്ഷ്മിക്ക് തോന്നുക? എന്റെ കർമ്മം എന്ന അഹങ്കാരം തോന്നും. ഞാൻ സമർപ്പണത്തോടു കൂടി ചെയ്യുമ്പോഴോ സന്തോഷമാണ്, സത്യം അല്ലെ? അതാണ് ഫോഴ്സ്ഡ് റിലേഷൻഷിപ്പ്. ആ ഫോഴ്സ്ഡ് റിലേഷൻഷിപ്പ് അഹങ്കാരം കൊണ്ട് ചെയ്യുന്നതാണ്. സമർപ്പണം കൊണ്ട് ചെയ്യുന്ന സമയത്ത് അത് ഏറ്റെടുക്കാനും തയ്യാറാവുമ്പോഴാണ്. ബന്ധങ്ങൾ അങ്ങനെയല്ലേ മാറുന്നത്, അല്ലേ? അത് പ്രവൃത്തിയല്ല പ്രശ്നം, ആര് ആരോട് എന്ത് ഭാവത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? ആര് ആരോട് എന്ത് ഭാവത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് കുറ്റമാവുന്നത് പെർസെപ്ഷന്റെ മലയാളം വേർഡ് എന്താണ്? ഒരു മലയാളം വേർഡ് നമ്മൾ എങ്ങനെ അതിനെ ഏറ്റെടുക്കുന്നു, എന്ത് ചിന്തയിലാണ് അതിനെ, ആഗ്രഹിച്ചിട്ടാണോ ആഗ്രഹിക്കാതെയാണോ, ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്നൊക്കെയാണ് എന്റെ പെർസെപ്ഷൻ. അതാണ് അഹങ്കാരമാണോ സമർപ്പണമാണോ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോബ്ലം ഉണ്ട്, പക്ഷെ നമ്മൾ ആ പ്രോബ്ലത്തിനെ എത്രത്തോളം ഫോക്കസ് ചെയ്ത് നോക്കിക്കാണുന്നു അതനുസരിച്ചിട്ട് ആ പ്രോബ്ലം വലുതാവുകയോ ചെറുതാവുകയോ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളെല്ലാ ജീവിത പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ എന്നാണ് അങ്ങ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്.
വളരെ മനോഹരമായിട്ടുള്ള വിവരണം. അടുത്തത് ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലെ 29-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭഗവാൻ തുടരുകയാണ്. സമോഹം സർവഭൂതേഷു ന മേ ദ്വേഷ്യോസ്തി ന പ്രിയ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. സമഭാവമുള്ളവരെന്നാണ് അർത്ഥം. എന്നുവെച്ചാൽ പക്ഷഭേദങ്ങളില്ലാത്ത, ഞാനും വേറൊരാളും തമ്മിലൊരു വ്യത്യാസവും കാണാത്ത. അഹം, ഞാൻ, സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളും. ഭഗവാൻ ഒരേപോലെയാണ് കാണുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഒരു ഡിസ്ക്രിപ്ഷനും ഇല്ല, എല്ലാവരും ഒരുപോലെയാണ്. എനിക്ക് ദേഷ്യമുള്ളവരും ഇല്ല, സ്നേഹമുള്ളവരും വ്യത്യാസം ഇല്ല. ദേഷ്യ വെറുക്കപ്പെടുന്നവരൊന്നുമില്ല. അസ്ഥി അങ്ങനെ ഉണ്ടാവാം. പക്ഷെ എനിക്ക് പ്രത്യേകമായിട്ട് അവരിൽ ഒരു പ്രിയപ്പെട്ടവൻ ആരാണോ, ആരാധിക്കുന്നവരാരാണോ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഒരു തോന്നലേ ജനിക്കും. മാം ഭക്തിയോടുകൂടി നിങ്ങൾ ചെയ്യുന്നതോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് എന്ത് ബോധമാണ്? സമർപ്പണ ബോധമാണോ, അഹങ്കാരാണോ? നിങ്ങൾ ആരാണെന്ന് പ്രൂവ് ചെയ്യാനാണോ വരുന്നത്? അല്ല നമ്മുടെ കൂടെ സ്നേഹിച്ചു കൂടെ ഇരിക്കാനാണോ വരുന്നത്? അവരിൽ തീർച്ചയായിട്ടും ഭക്തിയോട് കൂടുന്നവരുടെ കൂടെ ഞാൻ ഉണ്ടാവും. എല്ലാ ജീവജാലങ്ങൾക്കും സമഭാവത്തോടു കൂടി കാണാനും വെറുക്കുന്നവരെ വെറുക്കാതിരിക്കാനും ആ തോന്നലില്ല. നമ്മള് പിന്നെ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത് ശത്രുബുദ്ധിർ വിനാശായ എന്നാണ്. ശത്രുതാബുദ്ധി എന്നിലാണ്. ഞാൻ ഒരാളെ ശത്രുവായിട്ട് കാണുമ്പോഴാണ് എന്നിൽ ശത്രുതാ ബുദ്ധി വരുന്നത്. മറ്റുള്ളവര് എന്നെ ശത്രുവായിട്ട് കണ്ടാൽ എന്നെ അത് ബാധിക്കേയില്ല, കാരണം ഞാൻ ഏറ്റെടുത്തിട്ടില്ല അത്. നിങ്ങൾ എന്നെ എന്ത് തെറി വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാനത് കേട്ടാലല്ലേ എനിക്ക് കുഴപ്പമുള്ളൂ. ഞാൻ ഏറ്റെടുക്കാതിരുന്നാൽ നിങ്ങൾ എന്ത് പറഞ്ഞാൽ എനിക്ക് എന്താ കുഴപ്പം? ഞാൻ കേൾക്കുമ്പോഴേ എനിക്ക് കുഴപ്പമുള്ളൂ. ഞാൻ കേൾക്കാണ്ടിരുന്നാ പോരെ? അത് കേട്ടു എന്ന് വിചാരിക്കാം, ഉള്ളിൽ എടുക്കാണ്ടിരുന്നാ പോരെ? കേട്ടിട്ട് അങ്ങോട്ട് വിട്ടാ പോരെ? അപ്പൊ പിന്നെ എനിക്ക് ഒരു എഫക്റ്റും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് തോന്നുന്ന പല സംഭവങ്ങളും, അത് ഭക്തിയാണോ, ആരാധനയാണോ, പകയാണോ എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഭഗവാൻ തീരുമാനിക്കുകയാണ്. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്തായാലും എല്ലാവരെയും ഒന്നായിട്ടാണ് കാണുന്നത്. എനിക്ക് നിങ്ങളോടൊരു ദേഷ്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്ത ചില കർമ്മങ്ങളൊക്കെ തെറ്റായിരിക്കും, ആ വ്യക്തിയിലല്ല തെറ്റ്, ആ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്. അത് കഴിഞ്ഞ് പിന്നെ പുതിയ കർമ്മം ചെയ്താൽ പിന്നെ അത് ഞാൻ ഏറ്റെടുത്താ പോരെ? ഇപ്പൊ മുതൽ ക്ലീൻ സ്ലേറ്റ് ആണ് എപ്പോഴും. ഓരോ മിനിറ്റും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ശങ്കരൻ പറഞ്ഞത് മനം ദർപ്പണ സമാനം. മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണോ നിങ്ങൾ, അതേ ഞാൻ കാണുന്നുള്ളൂ. നിങ്ങൾ പണ്ട് മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ, പണ്ട് കാണാൻ ഭംഗിയില്ല, ഒന്നും എനിക്കറിയണ്ട. ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണ്, അതാണ് മിറർ. അതുപോലെയാവണം മനസ്സ്. ഇപ്പൊ പണ്ടത്തെ വിചാരങ്ങളൊന്നുമില്ല എനിക്ക്. നല്ലവരും ചീത്തവരും, ധനികരും ദരിദ്രന്മാരും ഒരു വ്യത്യാസമില്ല. ഇന്ന് നിങ്ങൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എൻ്റെ സുഹൃത്താണ്, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ടാണല്ലോ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ തിരിഞ്ഞു നിന്നാ പോരെ? ഇപ്പൊ ജാതിയുണ്ടോ, മതമുണ്ടോ, വർഗമുണ്ടോ, സമ്പത്തുണ്ടോ, വിദ്യാഭ്യാസമുണ്ടോ, ധനികനാണോ, പാവപ്പെട്ടവനാണോ, ഇതൊന്നും എനിക്ക് ബാധകല്ല. ഏ ഭജന്തി തു മാം ഭക്തിയാണ്. ഭക്തിയോടുകൂടി നിങ്ങൾ എന്നെ ഭജിക്കുന്നുണ്ടോ? എല്ലാം മറന്നുപോകും. അപ്പൊ ഞാൻ നല്ല പോലെ ചിലപ്പം വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ സ്റ്റുഡൻസിനെ. ഒരു സംശയം ചോദിക്കുമ്പോൾ ഞാൻ മറന്നുപോകും, എല്ലാം മറന്നു അതുവരെ. അത് കഴിയുമ്പോഴത്തേക്ക് ആ സംശയത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റുഡന്റും ടീച്ചറും മാത്രമായിട്ട് മാറും. എല്ലാം മറന്നുപോകും. അത് നമ്മൾ ഈ ഒരു ജനല് തുറന്ന് വീട്ടിൽ പ്രകാശം കിടക്കുമ്പോൾ പണ്ട് ഇരുട്ടായിരുന്നു എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പം പ്രകാശം ഉണ്ടല്ലോ, അല്ലേ? എല്ലാരും അങ്ങനെയാ. എങ്ങനെ ഉണ്ടോ അസുഖം എന്ന് ചോദിച്ചാൽ ഇന്നലെ എന്താ പനി, ഇന്നലത്തെ കഴിഞ്ഞില്ല എന്റെ മോനെ, ഇന്നിപ്പോ എങ്ങനെയുണ്ടെന്നല്ലേ ചോദിക്കണത്, അല്ലേ? പഴയ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരെ കാണില്ലേ? ഭഗവാൻ പറഞ്ഞ ഒക്കെ മറക്കുക, ഇപ്പൊ എങ്ങനെയുണ്ട്, അതാണ് വേണ്ടത്. ഇപ്പൊ ഇന്നാണ് ഒരാൾ വിളിച്ചെന്നെ, തിരുവനന്തപുരത്ത് നിന്നാണ് വിളിച്ചത്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വിളിക്കുന്നത്. അപ്പോഴേ എനിക്കറിയാം, എനിക്ക് ഈ ട്രിവാൻഡ്രം എന്ന് കേൾക്കുമ്പോഴേ ദേഷ്യം വരും. തിരുവനന്തപുരം, ട്രിവാൻഡ്രം അല്ല എന്ന് പറഞ്ഞാൽ. രണ്ടാമത് പറഞ്ഞ് ഞാൻ യോഗ പഠിപ്പിക്കുന്ന ആളാണ്, വണ്ടർഫുൾ. ഞാൻ ഇന്ന സ്ഥലത്ത് ഒരു യോഗ ക്ലാസ് തുടങ്ങി. എന്താ പ്രശ്നം എന്താണ്? തുടങ്ങിയ പിറ്റേ ദിവസം മുതൽ എനിക്ക് പനിയാണ്. ഞാൻ പറഞ്ഞു ഫിറ്റ് അല്ലാത്ത ആളാ ഫിറ്റാക്കാൻ നടക്കണേ. ആലോചിച്ചോക്ക സ്ഥിതി. മനസ്സിലാവുന്നു? അവരേ അസുഖമുള്ള ആളാണ്, എന്നിട്ട് പഠിപ്പിക്കുന്ന യോഗ പഠിപ്പിക്കാൻ വലിയൊരു സെന്റർ തുടങ്ങി. ഇനോഗ്രേഷൻ കഴിഞ്ഞ് 29-ാം തീയതി, അന്ന് മുതൽ ഇന്ന് വരെ 29, 30, 1, 2, 3 5 ദിവസമായിട്ട് കടപ്പിലാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു കണ്ടില്ലേ, പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴേ നിങ്ങളുടെ ഗതി ഇതാണ്.
എന്താ കാരണം? നമുക്കറിയാത്ത സംഭവങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? എന്റെ വരുമാന മാർഗ്ഗമാണെന്ന് പറഞ്ഞിട്ടാ തുടക്കിയത്. യോഗയും ട്രിവാൻഡ്രവും കൂടെ പോയില്ല എന്ന്. അതെന്താ യോഗയും ട്രിവാൻഡ്രവും പോവാത്ത? യോഗ തിരുവനന്തപുരത്തിന്റെ കൂടത്തൊക്കെ പോകും. മനസ്സിലായി? നമുക്കൊരു തമാശയായിട്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതീവ ഗഹനമായിട്ടുള്ള കാര്യമാണ് ഭഗവാൻ പറയുന്നത്. എന്ത് രസകരമായിട്ടാ വാക്ക് ഉപയോഗിക്കുന്നത് അല്ലേ? ഭക്തർ എന്ന് പറയുന്നത് ദൈവസ്മരണയുള്ളവരാണ്. നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ പാരമ്പര്യങ്ങൾ, നമ്മുടെ ഇരിപ്പ് എവിടെയാണ് എന്ന് കൃത്യമായിട്ട് അറിയണം. അത് റീഡിഫൈൻ ചെയ്യുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ, അത് നമ്മുടെ ഹൃദയം ദേവാലയം പോലെയാണെന്ന് പറയുന്നത് പണ്ടൊരു സിനിമ പാട്ടുള്ള പോലെയാണ്. അതിൽ ഭഗവാൻ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മളിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെയാവണം? വളരെ ക്ലീൻ ആവണം, വളരെ കൃത്യമാവണം. നാരദ ഭക്തി എന്ന് പറയുന്ന ഭക്തിയിൽ നാരദൻ പ്രകാശിപ്പിക്കുന്ന ഓരോ വാക്കുകളുണ്ടല്ലോ, അതാണ് നാരദനാക്കി മാറ്റുന്നത്, അല്ലേ? നാരദൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അദ്ദേഹം പറയുന്നതൊക്കെ വേദവാക്കുകളാണ്. ഉള്ളിൽ ഫുൾ അത്തരം ചിന്തകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത് യോഗക്ഷേമമാണ്, നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് എന്തൊക്കെയാ ഭഗവാന് കൊടുക്കേണ്ടതെന്ന് കണ്ടു. എന്ത് പ്രവർത്തികളാണ് ചെയ്യേണ്ടതെന്നാണ് പിന്നത്തെ ശ്ലോകത്തിൽ കണ്ടത്. പിന്നെ കർമ്മഫലം മോചനം എങ്ങനെ ലഭിക്കാം അതിൽ നിന്ന് കണ്ടു. ഏത് തരത്തിലുള്ള സ്വഭാവമുള്ളവരാണെന്ന് അറിയണം. ഇതിൽ നിന്നൊക്കെ നമ്മൾ അറിയേണ്ടത് ഭഗവാൻ ആരെയും തള്ളിക്കളയാറില്ല. ഈ ക്വാളിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻ അവിടെ തീർന്നിട്ടില്ല കേട്ടോ, ആ കണ്ടീഷന്റെ കണ്ടിന്യൂഷൻ ആണിത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പണ്ട് വിരോധിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് എനിക്ക് വിരോധം തോന്നില്ല. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ബാക്കിയുള്ളവർക്ക് ഗുണമുള്ളതാണോ? ഏത് ഭാവത്തിലാണ് ചെയ്യുന്നത്? അപ്പൊ സുഖമേ ഉണ്ടാവുള്ളൂ, അസുഖം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് അസുഖം വരുന്നത്? എൻ്റെ മോട്ടീവ് മാറുമ്പോഴാണ് അസുഖം വരുന്നത്. ആ മോട്ടീവ് മാറ്റിയാൽ എനിക്ക് സുഖം മാത്രമേ തരുള്ളൂ ഭഗവാൻ. അതാണ് ഗ്യാരണ്ടി. യോഗക്ഷേമം എന്ന് പറഞ്ഞാൽ അതാണ്, അത് ഗ്യാരണ്ടി ചെയ്യുന്നതാണ്. ഇതാണ് ഈ ശ്ലോകത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഒരുപാട് മനോഭാവങ്ങളെ കുറിച്ച് അങ്ങ് മനോഹരമായിട്ട് പറഞ്ഞു. ഇന്നലെ വരെ ഇരുട്ടായിരുന്നു എന്നുള്ളതിൽ അർത്ഥമില്ല ഇന്ന് വെളിച്ചം വന്നാൽ, ഇന്നലെ വരെ മോശമായിരുന്നു എന്നുള്ളതിൽ അർത്ഥമില്ല ഇന്നത്തെ അവസ്ഥ എന്നുള്ളത്. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വിവരണം തന്നെയായിരുന്നു. അതായത് ഹെയ്റ്റ് ദ സിൻ നോട്ട് ദ സിന്നർ, അല്ലെ? നമ്മൾ ആ ഒരു കർമ്മത്തെ, ആ ഒരു തെറ്റിനെ എതിർക്കുക അല്ലെങ്കിൽ വെറുക്കാം, പക്ഷെ ആ വ്യക്തിയല്ല നമ്മൾ വെറുക്കുന്നത്, കർമ്മത്തിനോടുള്ള എതിർപ്പ് മാത്രമാണ് എന്നുള്ളതാണ് എനിക്ക് ആ ശ്ലോകത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള വിവരണം തന്നെയാണ്.